വിവാഹം കഴിഞ്ഞ് വെറും 5 മാസം പുറമേ കാണുന്നവർക്ക് ഏറെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന യുവദമ്പതികൾ. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസമാണ് ഇരുവരും ജീവിതം അവസാനിപ്പിക്കുന്നത്. എന്നാൽ ഇവർ എഴുതിവെച്ച ഒരു കുറിപ്പാണ് ബന്ധുക്കളെയും നാട്ടുകാരെയും പോലീസിനെയുമെല്ലാം ഞെട്ടിച്ചു കളഞ്ഞത്. ഒരു നിമിഷത്തെ അറിവില്ലായ്മയും തെറ്റായ ചിന്തയും എങ്ങനെയാണ് ഒരു വലിയ ദുരന്തമായി മാറുന്നത് എന്നതിന് തെളിവാണ് ഈ സംഭവം. ചെന്നൈ ആലപ്പാക്കം ധനലക്ഷ്മി നഗറിൽ താമസിച്ചിരുന്ന 22 വയസ്സുകാരനായ ശക്തിവേലും 20 വയസ്സുകാരിയായ ആരതിയും വിവാഹിതരാകുന്നത് 5 മാസങ്ങൾക്ക് മുൻപാണ്. ബന്ധുക്കളെയും നാട്ടുകാരെയും എല്ലാം ഉൾപ്പെടുത്തി വളരെ ആഡംബരപൂർണമായ വിവാഹം തന്നെയായിരുന്നു രണ്ടുപേരുടേതും. ഇരുവരും താമസിച്ചിരുന്ന വീടിന് സമീപത്ത് തന്നെ ഒരു കട നടത്തുകയായിരുന്നു ശക്തിവേൽ. ഒരു ദിവസം ശക്തിവേൽ സ്ഥാപനം തുറക്കാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ ഇയാളെ അന്വേഷിച്ച് വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ഫോണിൽ ബന്ധപ്പെട്ടിട്ടും എടുക്കുന്നുണ്ടായിരുന്നില്ല. ഈ സമയം വീട് അകത്തുനിന്നും പൂട്ടിയ നിലയിലുമായിരുന്നു. പലതവണ വിളിച്ചിട്ടും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് ജനലിലൂടെ നോക്കിയ സുഹൃത്തുക്കളാണ് രണ്ടുപേരെയും കിടപ്പുമുറിയിൽ ജീവനറ്റ നിലയിൽ കണ്ടെത്തുന്നത്. വിവരമറിഞ്ഞ് മധുരവായൽ പോലീസ് സ്ഥലത്തെത്തി നിയമ നടപടികൾ ആരംഭിച്ചു. എന്നാൽ മുറിയിൽ നിന്നും കണ്ടെടുത്ത ആ കത്ത് വായിച്ചതോടെയാണ് ഈ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം പുറത്തുവരുന്നത്. ഞങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് എന്റെ ലിംഗഞരമ്പുകൾ അറ്റുപോയി. ഇനി എനിക്ക് ഒരു കുഞ്ഞുണ്ടാകില്ല. അതിനാൽ ഞങ്ങൾ മരണം തിരഞ്ഞെടുക്കുകയാണ്. ഇതിൽ മറ്റാർക്കും പങ്കില്ല എന്നായിരുന്നു ആ ചെറുപ്പക്കാരൻ കത്തിൽ എഴുതി വച്ചിരുന്നത്. ഇനിയൊരിക്കലും തങ്ങൾക്ക് കുട്ടികളുണ്ടാകില്ല എന്നും ഒരു സാധാരണ ജീവിതം നയിക്കാൻ കഴിയില്ല എന്നും ആ ദമ്പതികൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഈ വിവരം പുറത്തു പറയാനുള്ള നാണക്കേടും കടുത്ത മാനസിക വിഷമവും കാരണമാണ് ആരുമറിയാതെ ജീവിതം അവസാനിപ്പിക്കാൻ ഇരുവരും തീരുമാനിച്ചത്. ലൈംഗിക ബന്ധത്തിനിടയിൽ സംഭവിച്ച പരിക്ക് ശക്തിവേൽ ഡോക്ടറെ കാണിച്ചിരുന്നില്ല എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ സംഭവത്തിൽ പല മെഡിക്കൽ വിദഗ്ധരും പറയുന്നത് ഈ ദമ്പതികളുടെ വേർപാട് കേവലം അറിവില്ലായ്മയും ലൈംഗികാരോഗ്യത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളും കാരണം മാത്രം സംഭവിച്ചതാണ് എന്നതാണ്. സംഭവം പുറത്താരോടും പറയാത്തതുകൊണ്ട് തനിക്ക് സംഭവിച്ചത് മാറ്റാനാകാത്ത വലിയൊരു ശാപമാണെന്നും ഇനി ഒരിക്കലും ഒരു സാധാരണ പുരുഷനാകാൻ കഴിയില്ലെന്നും അയാൾ വിശ്വസിച്ചു. പുരുഷലിംഗത്തിന്റെ കോശങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിനിടെ പരിക്ക് പറ്റുന്ന അവസ്ഥയെ പെനൈൽ ഫ്രാക്ചർ എന്ന് വിളിക്കുന്നു. സാധാരണ ഒരാൾ പെട്ടെന്ന് ഈ രക്തസ്രാവവും കടുത്ത വേദനയും കാണുമ്പോൾ ലിംഗഞരമ്പ് പൊട്ടിയതാണെന്ന് കരുതി ഭയപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതൊരു സാധാരണ മെഡിക്കൽ എമർജൻസി മാത്രമാണ്. ചെറിയൊരു സർജറിയിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതുമാണ്. ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇത് പൂർണ്ണമായും ഭേദമാവുകയും ചെയ്യും. മാത്രമല്ല ഇതും വന്ധ്യതയും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല എന്നും വിദഗ്ധർ പറയുന്നു. കൂടാതെ ഇന്നത്തെ യുവതലമുറയിൽ ലൈംഗിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശാരീരിക തകരാറുകളെക്കാൾ കൂടുതൽ മാനസിക ബുദ്ധിമുട്ടുകളാണ് കാരണമാകുന്നത് എന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആദ്യത്തെ 2-3 തവണ ശരിയായി ബന്ധപ്പെടാൻ സാധിക്കാതെ വരുമ്പോൾ അത് മനസ്സിൽ വലിയൊരു ഭയമായി മാറുന്നു. ഇത്തരം പ്രശ്നങ്ങൾ പല ദമ്പതികൾക്കുമിടയിൽ വിവാഹമോചനത്തിൽ വരെ ചെന്നെത്താറുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഡോക്ടറെ കാണാൻ മടിക്കുകയും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുകയുമാണ് ചെയ്യുക. ശരിയായ സമയത്ത് ഡോക്ടറെ സമീപിച്ചാൽ ഇത് എളുപ്പത്തിൽ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നും ഡോക്ടർമാർ പറയുന്നു. ഒരു നിമിഷത്തെ അറിവില്ലായ്മയും തെറ്റായ ചിന്തയും എങ്ങനെയാണ് ഒരു വലിയ ദുരന്തമായി മാറിയത് എന്നതിന് തെളിവാണ് ഈ സംഭവം. അതുകൊണ്ടാണ് സമൂഹത്തിൽ ലൈംഗിക വിദ്യാഭ്യാസം വളരെ പ്രധാനമാണ് എന്ന് ഡോക്ടർമാർ ആവർത്തിച്ചു പറയുന്നത്.